A warm good morning to everyone. Today I am here to discuss about polygenic inheritance. From the word polygenic, you can understand its meaning. Poly means more than one, genic means gene. So, this inheritance is controlled by more than one gene. Okay, so in this class, we will be discussing about characteristics of polygenic inheritance and we will be discussing one of its example. Okay, so let's move to the class. Before moving to polygenic inheritance, let us look something about characters. Okay, heritable phenotypic characters fall under two categories. First one is qualitative, second one is quantitative. The basic difference between these two are based on the number of genes governing each character. Okay, the nature of variation exhibited by the character and the degree of modification by environmental factors. സോ ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് ക്യാരക്ടേഴ്സിനെ നോക്കുന്ന സമയത്ത് രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്വാളിറ്റേറ്റീവ് എന്നും ക്വാണ്ടിറ്റേറ്റീവ് എന്നും. ഈ ഒരു ഡിഫറൻസ് ഈ രണ്ട് കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കാനുള്ള ബേസിക് റീസൺ എന്ന് പറയുന്നത് ഒന്ന് എത്ര ജീന് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ആ ഒരു വേരിയേഷൻ, ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ എക്സിബിറ്റ് ചെയ്യുന്ന വേരിയേഷൻ്റെ ബേസിലാണ്. മൂന്നാമത്തത് എത്രത്തോളം ഇതിനെ എന്താ പറയുക എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നു. ഈ മൂന്ന് കാര്യത്തിൻ്റെ ബേസിലാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് എന്ന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, qualitative characters are non-measurable. Okay, the qualitative characters cannot be measured. They are monogenic. Monogenic means they are controlled by a single gene. Qualitative characters follow Mendelian characters and they exhibit discontinuous variation and not influenced by any environmental factors. Okay, അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പം അവർ നോൺ മെഷറബിൾ ആണ്, നമുക്ക് അവരെ അളക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ അവർ മെൻറ്റേലിയൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനേഷൻ, സെഗ്രിഗേഷൻ, ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടറിനും അവരെ എന്താ പറയുക മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, പിന്നെ ഈ ഒരു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഓരോ സിംഗിൾ ഇൻഡിവിജ്വലിലും എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. കാരണം അവർ ഓരോ ഇൻഡിവിജ്വലിനും കാരണം ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനൊരു എക്സാമ്പിൾ പറയുക വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് സെക്സ് മെഷറബിൾ അല്ല, അത് ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. ബിഹേവിയർ, സ്വഭാവം മെഷറബിൾ അല്ല. ഓക്കെ, അത് ഓരോ ഇൻഡിവിജ്വലിലും ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് കളേർഡ്, കളർലെസ്, അത് ഡിഫറെൻ്റ് ആണ്. കളേർഡ്, കളർലെസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ റൗണ്ട്, വ്രിങ്കിൾഡ്, ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിൽ പെടുന്നതാണ്. ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നുണ്ട്. ഡിസ്കണ്ടിന്യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സും കൂടി നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആർ മെഷറബിൾ or countable. They are polygenic characters. Polygenic means they are controlled by more than one gene. Okay, they exhibit continuous variation and they are modified by environmental factors. Okay, so in quantitative characters they are, നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനെ നോക്കുന്ന സമയത്ത് നമുക്ക് അവരെ മെഷർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പോളിജനിക് ആണ്. പോളിജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ജീനാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്. അവർ കണ്ടിന്യൂസ് വേരിയേഷൻ കാണിക്കും. അതേപോലെ തന്നെ അതിനെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വെച്ച് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. ഇനി ഇതിൽ കണ്ടിന്യൂസ് വേരിയേഷൻ എന്താണെന്ന് പറഞ്ഞു തരാം. ഡിസ്കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളർ എടുക്കാം. ഓക്കെ, സ്കിൻ പിഗ്മെൻറ്റേഷൻ എടുക്കാം. അത് കണ്ടിന്യൂസ് അല്ല. ആദ്യം വെളുത്തത്, ഓക്കെ, നല്ല വെളുത്ത ഒരാൾ, മീൻസ് നമ്മൾ പാലിൻ്റെ നിറം എന്നൊക്കെ പറയില്ല, അത്രയും വെളുത്ത ഒരാൾ. പിന്നെ അതിൽ കുറച്ചും കൂടി കുറഞ്ഞ് പിന്നെയും കുറഞ്ഞ് പിന്നെ ഒരു എന്താ പറയുക ആവറേജ് നിലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ളൊരു ആവറേജ് കളർ ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഡാർക്കറായി അവസാനം എന്താ പറയുക നല്ല ബ്ലാക്ക് ഷെയ്ഡായിട്ട് മാറുകയാണ്. അതാണ് മീൻസ് അതൊരു കണ്ടിന്യൂസ് ആയിട്ടല്ലേ വരുന്നത് കളറ്.
കുറഞ്ഞ് 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 ഒരു കണ്ടിന്യൂറ്റി അതിനുണ്ട്. അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ക്യാരക്ടർ എന്ന് പറയുക. ഓക്കെ, ഇനി ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുമ്പം അങ്ങനെയൊന്നുമില്ല. ഹെയർ ലൈൻ ആണ് കാണിക്കുന്നത്. ഹെയർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെറ്റീൻ്റെ ഭാഗത്ത് ഹെയർ എങ്ങനെയാണോ ഉള്ളത് അതിനാണ് ഹെയർ ലൈൻ എന്ന് പറയുന്നത്. കേട്ടോ, ഈ കുട്ടിയുടെ ഹെയർ ലൈൻ എങ്ങനെയാണ്? ഇങ്ങനെ ഒന്ന് ഇറങ്ങി കയറിയിട്ടുള്ള ഹെയർ ലൈനാണ് ഇത്. കറക്റ്റായിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഹെയർ ലൈനാണ് ഉള്ളത്. അപ്പോൾ ഈ ഹെയർ ലൈൻ എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണ്. കാരണം ഇതേപോലെ ഒരു കണ്ടിന്യൂറ്റി അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരാൾക്ക് വിൻഡോപീക്കാണ്. വിൻഡോപീക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു താഴ്ന്ന് കയറി വരുന്ന ആ ഒരു ഹെയർ ലൈനാണ് ഉള്ളത്. മറ്റേ ആൾക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഹെയർ ലൈനാണ് ഉള്ളത്. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അത് ഇങ്ങനെ എന്താ പറയുക, ഒന്നിനെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അതിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരികയാണ് ചെയ്യുന്നത്. ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തൊരു രീതിയിലാണ് ഉള്ളത്. അപ്പം ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് is concept of polygene. The concept of polygene hold the expression of a quantitative trait is governed by complementary and cumulative influence of many genes, each of which contribute a small additive effect of phenotype. അപ്പോൾ നമ്മൾ ഈ പോളിജീൻ്റെ കോൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ട്രേറ്റിനെയാണ്. അതിനെ ഗവേൺ ചെയ്യുന്നുണ്ട്. മീൻസ് ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ട്രേറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിൽ ഒരുപാട് മീൻസ് ഒരുപാട് ജീൻസിൻ്റെ ചെറിയ ചെറിയ എഫക്ട്സ്, മീൻസ് ഒരുപാട് ജീൻസിൻ്റെ കുഞ്ഞ് മീൻസ് സ്മോൾ ആൻഡ് അഡിക്റ്റീവ്, ഒരുപാട് ജീൻസിൻ്റെ കുഞ്ഞ് എഫക്ട്സ് കൂടി ചേർന്നിട്ടാണ് ആ ഒരു എന്താ പറയുക, ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ജീൻസ് കൂടി ചേർന്നിട്ട് അതിൻ്റെ ഒരു അഡിക്റ്റീവ് എഫക്റ്റ്, അഡിക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് എണ്ണത്തിൻ്റെ എഫക്റ്റ് ഒരുപോലെ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. Inheritance of quantitative trait is governed by multiple genes along with the environmental factors. So it is known as multifactorial character. Each gene contribute a small effect to its phenotype, but the individual effect cannot be differentiated at the morphological level. So these genes are also known as polygenes or cumulative genes. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഹെറിറ്റൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ട്രേറ്റിൻ്റെ ഇൻഹെറിറ്റൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരുപാട് ജീൻസ് കൂടി ചേർന്നിട്ടാണ്. ഒരുപാട് ജീൻസും അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടറും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ഇതിൽ ഓരോ ജീനും നമ്മൾ ഒരുപാട് ജീനുണ്ട് പറഞ്ഞു, അതിൽ ഓരോ ജീനും ഈ ഒരു ഫീനോടൈപ്പിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കോൺട്രിബ്യൂഷനാണ് നൽകുക. പക്ഷെ അതിൻ്റെ മോർഫോളജിക്കൽ ലെവലിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അതിനെ പുറത്തേക്ക് കാണുന്ന സമയത്ത് നമുക്കതിലെ ഓരോ ജീനിൻ്റെയും എഫക്റ്റ് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള ജീനെയാണ് നമ്മൾ പോളിജീൻ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ജീൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പോളിജീൻസ് ആർ മൾട്ടിപ്പിൾ ജീൻസ് ഹൂസ് ഇൻഡിവിജ്വൽ എഫക്റ്റ് ആർ സ്മോൾ ആറ്റ് almost equal, but their complementary cumulative effect governs a quantitative trait. പോളിജീൻ എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ ജീനാണ്. അതിൻ്റെ ഇൻഡിവിജ്വൽ എഫക്റ്റ് വളരെ കുറവാണെങ്കിൽ പോലും ആ ഒരു ജീൻസ് കൂടി ചേർന്ന് വരുന്ന കോംപ്ലിമെൻ്ററി, മീൻസ് അതെല്ലാം കൂടി ചേർന്ന് വരുന്ന കോംപ്ലിമെൻ്ററി എഫക്റ്റാണ് ആ ഒരു ട്രേറ്റിനെ ഗവേൺ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് തിങ് ഇസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് characters. Quantitative characters are metric as well as meristic and are controlled jointly by gene of many loci. Metric means it can be measurable on a continuous scale. Meristic means it's countable. Okay, so the quantitative characters are measurable or else it is countable and it is controlled by many genes. Okay, then the next point is they show different degree of expression. Okay, they show different degree of expression and graded series of phenotypic variation among the related individuals. അപ്പോൾ ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇവർ കാണിക്കുക ഒരു ഡിഫറെൻറ്റ് ഡിഗ്രി ഓഫ് എക്സ്പ്രഷനാണ്, പലതരത്തിലുള്ള ഒരു എക്സ്പ്രഷനാണ്. പക്ഷെ അതൊരു സീരീസ് പോലെയാണ്. മീൻസ് ഇവർ കണ്ടിന്യൂസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം എന്താ പറയുക, ചെറിയ ചെറിയ റിലേറ്റഡ് ഇൻഡിവിജ്വൽസ് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് എന്നുള്ള രീതിയിലാണ് ഇവർ
ആ ഒരു ഡിഗ്രി ഓഫ് എന്താ പറയുക വേരിയേഷൻ കാണിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഗ്രേറ്റർ നമ്പർ ഓഫ് ഗവേണിംഗ് ജീൻസ് ദ മോർ കണ്ടിന്യൂസ് ബി ദ വേരിയേഷൻ. അപ്പം എത്രത്തോളം ഗവേണിംഗ് ജീൻസ് കൂടുന്നോ അത്രത്തോളം കണ്ടിന്യൂസ് ആയിരിക്കും അതിൻ്റെ വേരിയേഷൻ എന്നാണ് പറയുന്നത്. Okay, as the number of gene governing a trait increases, the proportion of extreme phenotype among the progeny decreases. അപ്പം ഇതിൽ നമ്പർ ഓഫ് ജീൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന നമ്പർ ഓഫ് ജീൻസ് കൂടുന്നതിനനുസരിച്ച് അതിൽ എക്സ്ട്രീം ഫീനോടൈപ്പ് വരുന്നത് കുറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേയും കൂടി കണ്ടിന്യൂസ് ആയിട്ട് മാറുമല്ലോ. Next point is there is no dominant recessive relationship among the contributing alleles. We have already said that the quantitative trait does not obey any Mendelian trait. So there is no dominant recessive relationship among the contributing alleles. Okay. All the contributing alleles have almost equal effect in the expression of phenotype. Okay. Every contributing allele contribute small part, so they all have an equal effect in the expression of phenotype, and the effect of each contributive allele is additive. മീൻസ് ഓരോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അലീലിൻ്റെയും എഫക്റ്റ് എന്താ നമ്മൾ ചെയ്യുന്നത്, ഓരോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അലീലിലും ഈക്വൽ എഫക്റ്റ് ആണ് ഉള്ളത്. ആ ഓരോ എഫക്റ്റിനെയും നമ്മൾ കൂട്ടി ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നോ എപ്പിസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ഓർ ലിങ്കേജ് ഇൻവോൾവ് ഇൻ ദിസ്. A quantitative phenotypic effect is produced only by the segregation of alleles at many loci. ഒരുപാട് ലോക്കയിലെ അലീൽസ് തമ്മിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഫീനോട്ടിപ്പിക് എഫക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇസ് ദ ഫീനോട്ടിപ്പിക് മോഡിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ട്രേറ്റ് ഇൻവോൾവ്സ് എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ്. We have already said that point. Now moving to quantitative inheritance. Quantitative or polygenic inheritance is the inheritance of polygenic trait through the additive or cumulative influence of many genes, each of which produce a small proportion of total phenotypic effect. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിജെനിക് ട്രേറ്റിൻ്റെ ഇൻഹെറിറ്റൻസിനാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജീൻസിൻ്റെ എഫക്റ്റ് അഡിക്റ്റീവ് ചെയ്തിട്ട് ആണ് അതിൻ്റെ ഒരു ടോട്ടൽ ഫീനോടൈപ്പ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒരുപാട് ജീൻസിൻ്റെ എഫക്റ്റ് അഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ കൂട്ടിയിട്ടാണ് അതിൻ്റെ ഒരു ഫീനോട്ടിപ്പിക് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. മീൻസ് ഇതിലെ ഓരോ ജീനും ചെറിയ പ്രൊപ്പോർഷനിൽ ഇതിൻ്റെ ടോട്ടൽ ഫീനോട്ടിപ്പിക് എഫക്റ്റിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ജീൻ എക്സേർട്ട് സം ഇൻഫ്ലുവൻസ് ഓൺ ദ ഫീനോടൈപ്പ് ആൻഡ് ദ എഫക്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ജീൻ സപ്ലിമെൻറ്റ് ഈച്ച് അതർ ടു പ്രൊഡ്യൂസ് എ ക്വാണ്ടിറ്റേറ്റീവ് phenotypic effect. Thus phenotypic expression is sum total of effect of many genes. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ജീൻസ് ചെറിയ ഇൻഫ്ലുവൻസ് ഫീനോട്ടിപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് ഒരു എന്താ പറയുക, അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ഫീനോട്ടിപ്പിക് എഫക്റ്റ് കൊണ്ടുവരും. അപ്പോൾ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷനെ നമുക്ക് എന്ത് പറയാം, സം ടോട്ടൽ എഫക്റ്റ് ഓഫ് മെനി ജീൻസ് എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. It involves inheritance of metric and meristic trait controlled by the additive effect of polygene from different loci. The gene do not have dominance between them. അപ്പോൾ നമ്മൾ നേരത്തെ ക്വാണ്ടിറ്റേറ്റീവ് ട്രേറ്റിൻ്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് മെട്രിക് അല്ലെങ്കിൽ മെരിസ്ട്രിക് ട്രേറ്റ് ആണ്. മെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്താ പറയുക, ഒരു കണ്ടിന്യൂസ് സ്കെയിലിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് മെട്രിക് എന്ന് പറയും. മെരിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടബിൾ ആയത്. അത് കൺട്രോൾ ചെയ്യുന്നത് ഒരുപാട് ജീൻസിൻ്റെ അഡിക്റ്റീവ് എഫക്റ്റ് കൂടി ചേർന്നിട്ടാണ്. ഈ ഒരു ജീൻസിനെ ദേ ഡോണ്ട് ഹാവ് എനി ഡോമിനൻസ് ബിറ്റ്വീൻ ദം. അവരുടെ ഇടയിൽ ഒന്നൊന്നിനെ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതില്ല. എല്ലാവരുടെ എഫക്റ്റും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരു എന്താ പറയുക ഫീനോടൈപ്പാണ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. Second point, each gene as a contributing positive or effective allele and a non-contributing negative or non-effective allele. The individual effect of contributing allele of polygene system are almost equal and cumulative. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത്
രണ്ട് ടൈപ്പ് ഓഫ് അലീലുണ്ട് ഒരു ജീനിൽ നോക്കുമ്പോൾ, കോൺട്രിബ്യൂട്ടിംഗ് അലീലും നോൺ കോൺട്രിബ്യൂട്ടിംഗ് അലീലും. ഈ ഒരു പോളിജീനിക് സിസ്റ്റത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കോൺട്രിബ്യൂട്ടിംഗ് അലീലാണ് എഫക്റ്റ് ഉണ്ടാക്കുക. ആ കോൺട്രിബ്യൂട്ടിംഗ് അലീലിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വലും ആയിരിക്കും, അതേപോലെ തന്നെ ക്യുമുലേറ്റീവ് ആയിരിക്കും. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് പോവുകയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീനോടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന കോൺട്രിബ്യൂട്ടിംഗ് അലീലിൻ്റെ ഒക്കെ എഫക്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും, അതേപോലെ തന്നെ ക്യുമുലേറ്റീവ് ആയിരിക്കും. Polygenes are mostly pleiotrope and they modify each other by phenotypic expression. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓരോ പോളിജീനും പ്ലിയോട്രോഫിക് ആണ്. പ്ലിയോട്രോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ജീൻ തന്നെ ഒന്നിലധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ എന്താ പറയുക കൺട്രോൾ ചെയ്യുന്നവരായിരിക്കും. അപ്പം ഇതിൽ മോസ്റ്റ്ലി എല്ലാവരും പ്ലിയോട്രോപ്പിക് ആയിരിക്കും. അതുകൊണ്ട് ഇവർ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, മോഡിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. Okay, genetic segregation occur at numerous loci to produce a quantitative phenotypic effect. Okay, already we have said that quantitative inheritance is a polygenic inheritance. Polygenic means more than one genus involved. So the genetic segregation occurs at numerous loci to produce the phenotypic effect. Next point is identical phenotype may be produced by the diverse type of individuals. അപ്പം നമുക്ക് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഫീനോടൈപ്പ് ഉണ്ടാക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജീനോടൈപ്പ് ആണെങ്കിൽ അതിന് ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടർ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ക്യാരക്ടറിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് വിളിക്കുക. ജീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജനറ്റിക് മേക്കപ്പാണ്. അപ്പോൾ നമുക്ക് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഫീനോടൈപ്പ് കാണാൻ പറ്റുമായിരിക്കും, പക്ഷേ അതിൻ്റെ ജീനോടൈപ്പ് വ്യത്യാസമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോളിജീന് സിമിലർ ആയിട്ടുള്ള ഫീനോട്ടിപ്പിക് എഫക്റ്റ് ഉണ്ട്, പക്ഷേ അവരുടെ ബയോ കെമിക്കൽ ഫങ്ഷൻസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. എന്തെങ്കിലും ഒരു അലീലിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ലോക്കസിൽ അതിനൊരു എന്താ പറയുക സ്മോൾ ആയിട്ടുള്ള ഒരു ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള ഒരു ഫീനോട്ടിപ്പിക് എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. ഈ പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ കുറേ കൂടി ക്ലിയർ ആവും കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് graded series of phenotype may be expressed among individuals of a population. അപ്പോൾ നമുക്കൊരു ഗ്രേഡഡ് സീരീസ്, ഒരുപാട് സീരീസ് ഓഫ് ഫീനോടൈപ്പ് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽസിനെ തമ്മിൽ, ഇപ്പം സ്കിൻ കളറിൻ്റെ ബേസിൽ ഞാൻ ഡീപ്പ് ബ്ലാക്കും പ്യുവർ വൈറ്റും തമ്മിൽ ക്രോസ് നടത്തി കഴിഞ്ഞാൽ അതിലെനിക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഇൻറ്റർമീഡിയറ്റ് ആയിട്ടുള്ള കളറാണ്. ആ ഇൻറ്റർമീഡിയറ്റ് ആയ കളറിനെ ഞാൻ വീണ്ടും രണ്ട് ഇൻറ്റർമീഡിയറ്റ് ആയിട്ടുള്ള കളറുള്ള ആൾക്കാരെ തമ്മിൽ ക്രോസ് നടത്തി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക ഒരു സീരീസ് ഓഫ്, കാരണം ആ ഒരു ഡീപ്പ് ബ്ലാക്ക് പ്യുവർ വൈറ്റിൽ നിന്ന് ഉണ്ടായതല്ല, അപ്പോൾ അതിൻ്റെ നടുവിൽ വരുന്ന ഒരു സീരീസ് ഓഫ് സ്കിൻ കളറുള്ള ആൾക്കാരെ കിട്ടും. ഇപ്പം ഞാൻ പറയുക ആദ്യം നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടാം എനിക്ക്, അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക അത്ര വെളുത്തിട്ടുള്ള അല്ലാത്ത ഒരാളെ, അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് ഡാർക്കർ, അങ്ങനെ എനിക്കൊരു സീരീസ് ഓഫ് ഫീനോടൈപ്സ് നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് വഴി കിട്ടും എന്നതാണ് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് F1 and F2 progeny may display the same average phenotypic value for quantitative trait. The value would be usually intermediate between those of two parents. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ F1 F2 മീൻസ് F1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ, F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ. ഈ രണ്ട് ജനറേഷനിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സെയിം ആയിട്ടുള്ള ആവറേജ് ഫീനോട്ടിപ്പിക് വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ട്രേറ്റിൻ്റെ നമ്മൾ അവരുടെ ഒരു ആവറേജ് വാല്യൂ നമുക്ക് കിട്ടുന്നത് സെയിം ആണ് F1 and F2 ജനറേഷനിൽ. ഈ ഒരു കിട്ടുന്ന ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് രണ്ട് പാരൻസ് ഉണ്ടാവില്ല, ആ രണ്ട് പാരൻസിൻ്റെയും നടുവിലായിട്ടുള്ള മീൻസ് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, the range of phenotypic variability is usually greater in F2 than in F1. This is because all possible combination of allele are likely to appear in F2, where only a limited number of combination is possible and in F1. This limit is said to be phenotypic extreme of two parents. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫീനോട്ടിപ്പിക് വേരിയബിലിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേയും കൂടി F2 ജനറേഷനിലാണ് കാണാൻ പറ്റുക. നമ്മളൊരു ക്രോസ് നടത്തുമ്പോൾ യൂഷ്വലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം F1 നമുക്ക് ആകെ കാണാൻ പറ്റുന്നത് എങ്ങനത്തെ ഇൻഡിവിജ്വലായിരിക്കും, ഒരു ഏകദേശം ആ ഒരു ഡീപ്പ് ബ്ലാക്ക്, ഇപ്പോൾ നമ്മൾ രണ്ട് സ്കിൻ കളറാണ് എടുക്കുന്നതെങ്കിൽ ഡീപ്പ് ബ്ലാക്കും പ്യുവർ വൈറ്റും തമ്മിൽ കോമ്പിനേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നുള്ളൂ. ഓക്കെ,
പക്ഷേ നമ്മൾ F2ലേക്ക് ഈ ഇൻ്റർമീഡിയറ്റ് ആയ ആൾക്കാരെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആൾക്കാരെ കിട്ടില്ലേ, ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോമ്പിനേഷൻ നമുക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അത് യൂഷ്വലി നമുക്ക് ഏതൊരു കേസിൽ ചിന്തിച്ച് നോക്കിയാലും അറിയാം, F1 F2നെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പം നമുക്ക് എന്താ പറയുക വളരെ കുറച്ചേ കിട്ടുള്ളൂ. പക്ഷേ എന്താ പറയുക ഏകദേശം ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അധികവും കിട്ടുക. പക്ഷേ നേരെ തിരിച്ച് F2ലേക്ക് മീൻസ് ആ ഒരു F1നെ തമ്മിൽ ക്രോസ് നടത്തി F2ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കോമ്പിനേഷൻ കിട്ടും എന്നാണ് പറയുന്നത്. ഈ ഒരു കോമ്പിനേഷൻ്റെ ലിമിറ്റ് എപ്പോഴും എന്തായിരിക്കും, ഈ രണ്ട് മീൻസ് ആ ഒരു ഫസ്റ്റ് ക്രോസ് നടത്തിയ രണ്ട് പാരൻസിൻ്റെ നടുവിലായിരിക്കും എന്നതാണ് പറയുന്നത്. അതായിരിക്കുമല്ലോ ഇപ്പോൾ നമ്മൾ ഡീപ്പ് ബ്ലാക്കും പ്യോർ വൈറ്റുമാണ് ക്രോസ് നടത്തിയതെങ്കിൽ അതിൻ്റെ നടുവിലുള്ള ഇൻഡിവിജ്വൽസിനെ തന്നെ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, as 2 points are similar as quantitative trait, the phenotypic expression may be modified by environmental factor. The next point is they exhibit continuous rather than discontinuous variation. I think no more explanation is required for these 2 points. This all are the characteristics of quantitative inheritance. Now we have to discuss example of quantitative or polygenic inheritance. It has been estimated that slightly more than 80% of inheritance patterns studied so far are polygenic. Most common important trait of plant and animals are polygenic. Examples are production of tubers, flower, fruit, seeds by plants. In animals, production of fur, milk, meat, egg, multiple birth weight, lifespan, all are the examples of polygenic inheritance. അപ്പം പോളിജനിക് ഇൻഹെറിറ്റൻസ് ആണ്. നമ്മളൊരു 80% നോക്കിക്കഴിഞ്ഞാലും അതൊക്കെ എന്താണ്, പോളിജനിക് ഇൻഹെറിറ്റൻസ് ആണ്. മോസ്റ്റ് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ ആണെങ്കിലും ആനിമലിൻ്റെ ആണെങ്കിലും ഏത് ട്രേറ്റ് എടുത്ത് നോക്കിയാലും ഒരു വിധമൊക്കെ എന്താണ്, പോളിജനിക് തന്നെയാണ്. അതിന് എക്സാമ്പിളാണ് പ്രൊഡക്ഷൻ ഓഫ് ട്യൂബർ, ഫ്ലവർ, ഫ്രൂട്ട്, സീഡ് എന്നുള്ളത് പ്ലാന്റിൻ്റെ കേസിൽ. ആനിമലിലേക്ക് വരുമ്പോൾ മിൽക്ക് പ്രൊഡക്ഷൻ, മീറ്റ്, എഗ്ഗ് എല്ലാം. അതേപോലെ തന്നെയാണ് മൾട്ടിപ്പിൾ ബർത്ത് വെയ്റ്റ്, ലൈഫ് സ്പാൻ, ഇതൊക്കെ പോളിജനിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളാണ്. എക്സാമ്പിൾസ് ഫോർ പോളിജനിക് ഇൻഹെറിറ്റൻസ് ഇൻ ഹ്യൂമൻ are body height, skin color, intelligence, birth weight, length of life, etc. Many human diseases are caused by abnormalities in quantitative traits such as hypertension, hypotension, hyperglycemia, diabetes mellitus, hypercholesterolemia, and heart disease, etc. Most intensively studied polygenic traits are kernel color in wheat and oat, ear length in corn, human skin color. Okay, we have to detailedly study about human skin color. This shows the cross between kernel of wheat. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീറ്റിൻ്റെ കെർണലിൻ്റെ ക്രോസ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിൽ നമ്മൾ ഡാർക്ക് റെഡ് ആയിട്ടുള്ള കെർണൽ കണ്ടോ, ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഏകദേശം ഒരു 4 ജീൻസാണ്. അതുകൊണ്ട് ഇത് എന്താണെന്ന് പറയാം, നമുക്ക് പോളിജനിക് ഇൻഹെറിറ്റൻസ് ആണെന്ന് പറയാം. അപ്പം ഇതിൽ കാണിച്ചിരിക്കുന്ന ഡാർക്ക് റെഡും അതേപോലെ തന്നെ വൈറ്റും തമ്മിൽ നടത്തുന്ന ഒരു ക്രോസാണ്. അതാണ് F പാരൻസ്. അത് കഴിഞ്ഞ് F1 ജനറേഷനിലേക്ക് വരുമ്പോൾ നമുക്കൊരു മീഡിയം റെഡിനെ കിട്ടി. ആ മീഡിയം റെഡിനെ തമ്മിൽ എന്ത് ചെയ്തു, ക്രോസ് നടത്തി. അപ്പോൾ ക്രോസ് നടത്തിയിട്ട് നമുക്ക് ഇത്രയും ഇൻഡിവിജ്വൽസ് കിട്ടി. കണ്ടോ, ഓരോന്നും തമ്മിൽ ചെറിയ കളർ ഡിഫറൻസിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ നമുക്ക് പറയാം, കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. ഇത് കണ്ടോ, ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ കളറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ പോളിജനിക്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കൗണ്ടബിൾ ആയിരിക്കണം. ഇതിൽ നമുക്ക് എത്ര എണ്ണം ഏതൊക്കെ കളറിലാണെന്ന് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതെന്താണ്, കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഈ ക്രോസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമല്ലോ കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഇൻഹെറിറ്റൻസ് ഓഫ് ഹ്യൂമൻ സ്കിൻ കളറാണ്. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് അവർ എക്സാമ്പിൾ. ഇറ്റ്സ് ഇൻഹെറിറ്റൻസ് ഓഫ് ഹ്യൂമൻ സ്കിൻ കളർ. Variation in skin color does not exist only among different races, it also exists among the same race. The variation is due to the differential distribution of melanin in different person, and this is also influenced by the environmental factor. The absence of melanin makes the man's skin white. As the concentration of melanin increase,
the skin color progressively becomes darker. The production and distribution of the melanin is governed by polygenes. അപ്പോൾ നമ്മുടെ ആ ഒരു കളർ വേരിയേഷൻ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് മെലാനിൻ ഡെപ്പോസിഷൻ കാരണമാണ്. മെലാനിൻ ആബ്സെൻ്റ് ആണ്, സ്കിൻ വൈറ്റ് ആയിരിക്കും. മെലാനിൻ കൂടുന്നതിനനുസരിച്ച് സ്കിൻ കളർ എന്തായിട്ട് മാറും? ഡാർക്കറായിട്ട് മാറും. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പോളിജീൻസ് ഉണ്ട്. അപ്പോൾ ആ ക്രോസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. അതിന് മുന്നേ എങ്ങനെയാണ് ക്രോസ് നടത്തിയെന്നൊക്കെ നോക്കാം. ഹ്യൂമൻ സ്കിൻ കളറിൻ്റെ ഏർലി സ്റ്റഡീസ് നടത്തിയ ആളാണ് ഡേവൻപോർട്ട്. He carried investigation on among the people of Jamaica and Bermuda. Here he conducted intermarriage between blacks and white. He could observe that the F1 generation between Negro and white produced intermediate progenies. Means intermediate progenies of in between the parent skin pigmentation, and they were known as moltos. അപ്പം ബ്ലാക്ക് വൈറ്റ് ക്രോസ് നടത്തി. ഓക്കെ, ജമൈക്ക ബർമൂഡ പീപ്പിളിനെ വെച്ചിട്ട് ബ്ലാക്ക് വൈറ്റ് ക്രോസ് നടത്തി. അപ്പം F1 പ്രോജനിയിൽ നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് ഈ രണ്ട് പാരൻറ്റ് കളേഴ്സിൻ്റെയും നടുവിലായിട്ടുള്ളൊരു കളറാണ് കിട്ടിയത്. അതിനെ നമ്മൾ മുൾട്ടോസ് എന്ന് വിളിച്ചു. Then he conducted marriage between F2 progenies. അപ്പം F2 പ്രോജനിയിൽ നമുക്ക് 5 ഗ്രേഡ് ഓഫ് സ്കിൻ കളേഴ്സാണ് കിട്ടിയത്, ഡീപ്പ് ബ്ലാക്ക് മുതൽ വൈറ്റ് വരെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1:4:6:4:1 ആണ് അതിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, F1 എക്സ്പ്രസ്ഡ് ആവുന്ന കുറവാണ്. കറക്റ്റ് അല്ല അത്, കാരണം F1 നമ്മൾ രണ്ട് പാരൻസിനെ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് മുൾട്ടോസ് മാത്രമേ കിട്ടിയുള്ളൂ. F2 കുറേയും കൂടി എന്താ പറയുക വെറൈറ്റീസ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിൽ ക്ലിയർലി കാണില്ല. F2 ആയപ്പോൾ ഇത്രയും റേഷ്യോയിൽ നമുക്ക് കിട്ടി. അത് ഡീപ്പ് ബ്ലാക്ക് മുതൽ വൈറ്റ് വരെ വേരി ചെയ്യുന്ന ഇത്രയും കളേഴ്സ് കിട്ടി. അതിലൊന്ന് ഡീപ്പ് ബ്ലാക്ക് ആയിരിക്കും, 4 ഡാർക്ക് ആയിരിക്കും, 6 ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും നടുവ് കിടക്കുന്ന ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. 4 ലൈറ്റ് വൈറ്റ് ആയിരിക്കും, ഒറ്റൊരെണ്ണം മാത്രം പ്യുവർ വൈറ്റ് ആയിരിക്കും. അപ്പം ഇതാണ് അതിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ പറയുന്നത്, 1:4:6:4:1. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്രോസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്രോസ് നമ്മൾ നോക്കുന്ന സമയത്ത് പാരൻസ് ആയിട്ട് വരുന്നത് ഡീപ്പ് ബ്ലാക്കും പ്യുവർ വൈറ്റുമാണ്. ഡീപ്പ് ബ്ലാക്ക് പ്യുവർ വൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഫീനോടൈപ്പ് ആണ് കേട്ടോ. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടറിനെയാണ് ഫീനോടൈപ്പ് എന്ന് പറയുക. അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ജനറ്റിക് മേക്കപ്പിനെയാണ് ജീനോടൈപ്പ് എന്ന് പറയുക. അപ്പോൾ ഡീപ്പ് ബ്ലാക്കിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ 2A, ക്യാപിറ്റൽ 2B. ഇതാണ് ഡീപ്പ് ബ്ലാക്കിൻ്റെ ജീനോടൈപ്പ്. പ്യുവർ വൈറ്റിൻ്റെ കംപ്ലീറ്റ് സ്മോൾ ലെറ്റർ, 2 സ്മോൾ ലെറ്റർ എയും 2 സ്മോൾ ലെറ്റർ ബിയും. ഓക്കെ, ഇതാണ് ഇവരുടെ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അതിന്ന് പിന്നെ നമ്മൾ എന്തിനുണ്ടാക്കിയെടുക്കുക? ഗാമേറ്റ്സിനെ ഉണ്ടാക്കിയെടുക്കുക. ഗാമേറ്റ്സിനെ ഉണ്ടാക്കിയപ്പം എന്താണ് ഗാമേറ്റ്? ഡീപ്പ് ബ്ലാക്കിന് വരുന്ന ഗാമേറ്റ് എന്ന് പറയുന്നത് AB ആണ്, ക്യാപിറ്റൽ ലെറ്റർ AB. പ്യുവർ വൈറ്റ് എന്ന് വന്നത് സ്മോൾ ലെറ്റർ AB. ഇതിൻ്റെ രണ്ടിനെയും കൂടി ക്രോസ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? മുൾട്ടോനെയാണ്. മുൾട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിനെയും കൂടി ഒരു കോമ്പിനേഷൻ. ഓക്കെ, ഈ ഡീപ്പ് ബ്ലാക്കിൻ്റെയും പ്യുവർ വൈറ്റിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ട്, ഞാൻ നേരത്തെ തന്നെ എന്താ പറയുക അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ പറഞ്ഞു, അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വന്ന കളറാണ് ഈ മുൾട്ടോ എന്ന് പറയുന്നത്. മുൾട്ടോൻ്റെ ഇത് എത്രയാണ്? മുൾട്ടോൻ്റെ ജനറ്റിക് മേക്കപ്പ് എന്താണ്? ക്യാപിറ്റൽ A സ്മോൾ ലെറ്റർ A, ക്യാപിറ്റൽ B സ്മോൾ ലെറ്റർ B. ഇതാണ് മുൾട്ടോൻ്റെ ജനറ്റിക് മേക്കപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ F1 ജനറേഷൻ. ഇനി ഈ F1 ജനറേഷനെ തമ്മിൽ ക്രോസ് എടുത്താണ് ചെയ്യുന്നത്. 2 മുൾട്ടോനെ തമ്മിൽ ക്രോസ് എടുത്താണ്, 2 മുൾട്ടോ സ്കിൻ പിഗ്മെൻറ്റേഷനുള്ള ആൾക്കാർ തമ്മിൽ ക്രോസ് എടുത്താണ്. അപ്പം മുൾട്ടോൻ്റെ 2 ജനറ്റിക് മേക്കപ്പ് നമ്മൾ എഴുതി, മീൻസ് ജീനോടൈപ്പ് എഴുതി, എന്നിട്ട് അതിനെ ക്രോസ് എടുത്താൻ പോവാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഗാമേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം കിട്ടുന്ന ഗാമേറ്റ് എന്ന് പറയുന്നത് AB ആയിരിക്കും. ഗാമേറ്റിന് നമ്മളെപ്പോഴും സർക്കിളിൽ ഇടണം കേട്ടോ. ഓക്കെ, AB കിട്ടും. പിന്നെ കിട്ടുക A സ്മോൾ ലെറ്റർ B കിട്ടും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ A ക്യാപിറ്റൽ ലെറ്റർ B കിട്ടും. സ്മോൾ ലെറ്റർ Aയും ക്യാപിറ്റൽ ലെറ്റർ Bയും കിട്ടും. പിന്നെ സ്മോൾ ലെറ്റർ Aയും സ്മോൾ ലെറ്റർ Bയും കിട്ടും. അങ്ങനെ ഇതിന്ന് ഇത്രയും 4 ഗാമേറ്റ്സ് ഉണ്ടായി. അതേപോലെ തന്നെ ഇതൊന്നും ഇതേപോലെ തന്നെ 4 ഗാമേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരെ തമ്മിൽ നമുക്ക് ഇവരുടെ ആ ഒരു ക്രോസ് നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതിനെ പന്നറ്റ് സ്ക്വയറിനെ. ഓക്കെ, ഈ ഒരു പന്നറ്റ് സ്ക്വയറിനെ നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ആ ക്രോസ് ഈസിലി നടത്താൻ വേണ്ടി. അപ്പം നമുക്ക് രണ്ട് മെയിലിൽ നിന്നും ഫീമെയിലിൽ നിന്നും വന്ന ഗ്യാമേറ്റ്സിനെ നമ്മൾ രണ്ട് ഭാഗത്തായിട്ട് എഴുതി. ഓക്കെ, എന്നിട്ട് അതിനെ തമ്മിൽ ക്രോസ് എടുത്തു. അപ്പം ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ എന്ത് വന്നു? കംപ്ലീറ്റ് ക്യാപിറ്റലായിട്ട് ഡീപ്പ് ബ്ലാക്ക് വന്നു. ഓക്കെ, ഇതിൽ 4 എന്ന് എഴുതിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം എഫക്റ്റീവ് ആണ് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോൾ 4ഉം ക്യാപിറ്റലാണ്, അതുകൊണ്ട് 4ഉം എന്താണ്? എഫക്റ്റീവ് ആണ്. ഓക്കെ, അടുത്തത് അപ്പോൾ അത് ഡീപ്പ് ബ്ലാക്കായി. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ക്യാപിറ്റൽ എ ബിയും എന്താ പറയുക, ക്യാപിറ്റൽ എയും സ്മോൾ ലെറ്റർ ബിയും ആണ് വന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഇതെന്താ വന്നത്? അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോജനി എങ്ങനെയാണ് വന്നത്? 2 ക്യാപിറ്റൽ എയും 1 ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും വന്നു. അപ്പോൾ അത് ഏതാ കളറ്? ഡാർക്കാണ് കളറ്. അതിന് 3 എണ്ണമാണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് തമ്മിൽ ക്രോസ് നടത്തിയ സമയത്ത് നമുക്ക് എന്താ കിട്ടിയത്? 1 ക്യാപിറ്റൽ എ 1 സ്മോൾ എ 2 ക്യാപിറ്റൽ ബി. അപ്പോൾ അതും ഡാർക്കാണ്, കാരണം അതിൽ 3 എണ്ണമാണ് എഫക്റ്റീവായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് തമ്മിൽ ക്രോസ് നടത്തി ക്യാപിറ്റൽ എ ബിയും സ്മോൾ ലെറ്റർ എ ബിയും തമ്മിൽ ക്രോസ് നടത്തി. അപ്പം നമുക്ക് കിട്ടിയ ഇൻഡിവിജ്വലിൻ്റെ ജീനോടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ എ സ്മോൾ ലെറ്റർ എ ക്യാപിറ്റൽ ബി സ്മോൾ ലെറ്റർ ബി. അപ്പോൾ ഇതിൽ 2 എണ്ണമാണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഏത് കളറാണ്? ഇൻ്റർമീഡിയറ്റ് മുൾട്ടോ എന്ന് പറയുന്ന ഷെയ്ഡിലായിരിക്കും വരിക. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ എണ്ണത്തിനെയും ക്രോസ് നടത്തി. ഇതിൻ്റെ അകത്ത് ഒരൊറ്റൊരെണ്ണം മാത്രമാണ് എഫക്റ്റീവ് ആയിട്ട്, മീൻസ് ക്യാപിറ്റൽ എ സ്മോൾ ബിയും സ്മോൾ എയും ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും തമ്മിൽ ക്രോസ് നടത്തിയ സമയത്ത് നമുക്ക് എന്താ കിട്ടിയത്? ക്യാപിറ്റൽ എ സ്മോൾ എ 2 സ്മോൾ ബി, അതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഏതാ? ലൈറ്റ് വൈറ്റ് ആണ് വന്നത്. അപ്പം ഒരെണ്ണം മാത്രമേ എഫക്റ്റീവ് ആയിട്ടുള്ളൂ എങ്കിൽ അതിൻ്റെ കളർ ഏതാ? ലൈറ്റ് വൈറ്റ് ആണ്. അങ്ങനെ നമുക്ക് 5 എണ്ണം കിട്ടിയെന്നാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഡീപ്പ് ബ്ലാക്ക് കിട്ടി, ഡാർക്ക് കിട്ടി, ഇൻ്റർമീഡിയറ്റ് കിട്ടി, ലൈറ്റ് വൈറ്റ് കിട്ടി. അതേപോലെ തന്നെ എല്ലാം സ്മോളായിട്ട് ഒന്നുപോലും എഫക്റ്റീവ് അല്ലാത്ത മറ്റൊന്ന് കിട്ടി. മീൻസ് ഇതിൽ ഒന്നുപോലും എഫക്റ്റീവ് അല്ല. എഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ അതിന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവും. ഒന്നുപോലും എഫക്റ്റീവ് അല്ലാതെ സ്മോൾ ലെറ്റർ 2 സ്മോൾ ലെറ്റർ ബി എന്ന രീതിയിൽ നമുക്ക് പ്യുവർ വൈറ്റ് കിട്ടി. അങ്ങനെ 5 ഷെയ്ഡ്സ് കിട്ടി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഒരു പുന്നറ്റ് സ്ക്വയർ എഴുതാൻ അറിയണം. ജസ്റ്റ് ഒന്നുമില്ല, 2 ഭാഗത്തുമായിട്ട് ഗ്യാമേറ്റ്സ് എഴുതുക. എന്നിട്ട് അതിനെ തമ്മിൽ കറക്റ്റ് ചെയ്ത് ക്രോസ് നടത്തി, ക്രോസ് മീൻസ് കറക്റ്റ് ചെയ്ത് ഏതാണ് വരുന്നത് നോക്കിയിട്ട് എഴുതുക. എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ഏതൊക്കെയാണ് എത്ര എണ്ണം എഫക്റ്റീവ് ആണെന്ന് എഴുതുക. പിന്നെ അതിൻ്റെ ഷെയ്ഡ് എഴുതുക. ഓക്കെ, ഇതാണ് അപ്പം F2 പ്രോജനീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്രോസിനെ നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇമേജ് ഞാൻ വെറുതെ വെച്ചാണ്. ഒരു ഡീപ്പ് ബ്ലാക്കുള്ള മദറും ഒരു വൈറ്റ് ആയിട്ടുള്ള ഫാദറും തമ്മിൽ ക്രോസ് നടത്തി. അപ്പോൾ ഉണ്ടായ പ്രോജനീസ് കണ്ടില്ലേ? ആദ്യത്തേത് ഡീപ്പ് ബ്ലാക്ക് ആയിട്ട് തന്നെ ആദ്യത്തെ കുട്ടി എന്ന് പറയുന്നത് ഈ ഒരു ചൈൽഡിനെ കാണിച്ച ഡീപ്പ് ബ്ലാക്കാണ്. ഇത് പിന്നെ എന്താ പറയുക, കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. അത് കഴിഞ്ഞ് ഇതൊരു ആവറേജ് കളറാണ് കേട്ടോ. ഈ 3 ആൾക്കാർ ഒരു ആവറേജ് കളറാണ്. ഇത് ലൈറ്റ് വൈറ്റ് ആണ്, ഇത് വൈറ്റ് ആണ്. അപ്പം അങ്ങനെ 5 വെറൈറ്റീസിലാണ് പ്രോജനി ഉണ്ടാവുക എന്നാണ് ഡേവൻപോർട്ട് എന്ന വ്യക്തി സ്റ്റഡി നടത്തി പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ആ ഒരു ജീനോടൈപ്പ്. അപ്പോൾ ഇതിൻ്റെ ഫീനോടൈപ്പ് F2ൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1:4:6:4:1 ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി നേരത്തെ ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് എങ്ങനെ കാണാം അതിനനുസരിച്ചിട്ടായിരുന്നു നമ്മൾ ഫീനോട്ടിപ്പിക് റേഷ്യോ ഉണ്ടാക്കിയത്. അപ്പം ഒരു ഡീപ്പ് ബ്ലാക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഒരു പ്യുവർ വൈറ്റ് ഉണ്ട്, അതേപോലെ 4 ഡാർക്ക് ഉണ്ട്. 1 2 3 4 ഡാർക്ക് ഉണ്ട്, 6 ഇൻ്റർമീഡിയറ്റ് ഉണ്ട്. 1 2 3 4 5 6 ഇൻ്റർമീഡിയറ്റ് ഉണ്ട്. പിന്നെ 4 ലൈറ്റ് വൈറ്റ് ഉണ്ട്. 1 2 3 4 ലൈറ്റ് വൈറ്റ് ഉണ്ട്. അതേപോലെ ഒരു പ്യുവർ വൈറ്റ് ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഫീനോട്ടിപ്പിക്, നമുക്ക് പുറത്ത് എന്ത് കാണാൻ പറ്റുമോ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഫീനോട്ടിപ്പിക് റേഷ്യോ ഉണ്ടാക്കുന്നത്. ജീനോട്ടിപ്പിക് റേഷ്യോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ജെനറ്റിക് മേക്കപ്പിനനുസരിച്ചിട്ടാണ്. അതിന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മൊത്തം ക്യാപിറ്റലായിട്ട് ഒരൊറ്റൊരെണ്ണേ കാണുന്നുള്ളൂ. അതുകൊണ്ട് അത് 1 എന്നിട്ടു. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ എ
രണ്ട് ക്യാപിറ്റൽ ലെറ്റർ എ, ഒരു ബി, ഒരു ക്യാപിറ്റൽ ലെറ്റർ ബി, അതേപോലെ തന്നെ ഒരു സ്മോൾ ലെറ്റർ ബി എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ടെണ്ണത്തിനെയാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് 1:2:2. അങ്ങനെ ഓരോന്നിനെ പറ്റിയും നമ്മൾ ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ജീനോടൈപ്പിക് റേഷ്യോ എത്രയാണെന്ന് എഴുതി. 1:2:4:1:1:2:1 എന്നെഴുതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു നമ്മൾ നടത്തിയ ഈ ഒരു ക്രോസിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോ. ഇനി നമ്മൾ F2 പ്രോജനീനെ ഒന്ന് അനാലിസിസ് നടത്തുക. അപ്പോൾ ജീനോടൈപ്പ് തന്നിട്ടുണ്ട്, അതിൽ എത്രത്തോളം എഫക്റ്റീവ് അലീൽസ് ഉണ്ട് നോക്കണം, അതിൻ്റെ ഫീനോടൈപ്പ് നോക്കണം, എന്താണ് അതിലെ F2ൻ്റെ പ്രൊപ്പോർഷൻ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ജീനോടൈപ്പ് എന്ന് പറയുന്നത് രണ്ട് ക്യാപിറ്റൽ ലെറ്റർ എയും രണ്ട് ക്യാപിറ്റൽ ലെറ്റർ ബിയും ഉള്ളതാണ്. അതിൽ എത്ര എണ്ണമാണ് എഫക്റ്റീവ് അലീൽ? 4 എഫക്റ്റീവ് അല്ലേ? അപ്പോൾ 4 എഫക്റ്റീവ് അലീലുണ്ട്. അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഡീപ്പ് ബ്ലാക്ക് ആണ്. അത് നമുക്ക് ഈ 16 എണ്ണത്തിൽ നമുക്ക് ഒരൊറ്റൊരെണ്ണേ കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പ്രൊപ്പോർഷൻ 1/16 ആണ് എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റ് വൺ നോക്കി, ഇനി സെക്കൻഡ് വൺ നോക്കാം. സെക്കൻഡിൽ നമ്മൾ 3 എഫക്റ്റീവ് അലീലുള്ളവരെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതാ ഈ രണ്ടെണ്ണത്തിന് കൺസിഡർ ചെയ്തു. അപ്പോൾ അതിൽ ക്യാപിറ്റൽ ലെറ്റർ എ ഉണ്ട്. ആദ്യത്തെ നോക്കാം, ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ, 2 ക്യാപിറ്റൽ ലെറ്റർ ബി. അടുത്ത് നോക്കുമ്പോൾ 2 ക്യാപിറ്റൽ ലെറ്റർ എ, 1 ക്യാപിറ്റൽ ലെറ്റർ ബി, 1 സ്മോൾ ലെറ്റർ ബി. അങ്ങനെ 3 എഫക്റ്റീവ് അലീലാണുള്ളത്. അതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാർക്കാണ്. നമുക്ക് ഈ ഒരു 16 എണ്ണത്തിൽ നോക്കിയപ്പോൾ നമുക്ക് 4 ഡാർക്കാണ് കാണാൻ പറ്റുന്നത്. 1, 2, 3, 4 അങ്ങനെ 4 ഡാർക്കാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മളതിനെ 4/16 എഴുതി. നമ്മൾ അടുത്ത 3 എണ്ണത്തിനെയാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതിൽ 2 അലീൽസാണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആദ്യത്തെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. പിന്നെ അടുത്തതെന്ന് പറയുന്നത് രണ്ടാമത്തത് 2 ക്യാപിറ്റൽ ലെറ്റർ എയും 2 സ്മോൾ ലെറ്റർ ബിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സ്മോൾ ലെറ്റർ എയും 2 ക്യാപിറ്റൽ. അപ്പോൾ അതിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ 2 എണ്ണമാണ് എഫക്റ്റീവ് അലീൽ, അത് ഇൻ്റർമീഡിയറ്റ് ആണ്. അത് നമുക്ക് ഈ ഒരു 16 എണ്ണത്തിൽ 16 നമ്പറിൽ 6 എണ്ണം കാണാം. അപ്പോൾ 6/16 അതിൻ്റെ പ്രൊപ്പോർഷൻ എഴുതും. അടുത്തത് 2 എണ്ണം, ഈ 2 എണ്ണത്തിനെ കൺസിഡർ ചെയ്യും. അതിലൊരു എഫക്റ്റീവ് അലീലാണ് ഉള്ളത്. ആദ്യത്തേൽ ക്യാപിറ്റൽ ലെറ്റർ എ ആണ് എഫക്റ്റീവ്. അതെങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ 2 ബി. അടുത്തതിൽ 2 സ്മോൾ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ എഫക്റ്റീവായിട്ട് ആരാളുള്ളത്? ഒരൊറ്റ അലീലേ ഉള്ളൂ. അത് ഏത് കളറിലാണ്? ലൈറ്റ് വൈറ്റ് ആണ്. 4/16 എന്ന് വരും. ഓക്കെ, അടുത്ത ലാസ്റ്റ്, ഇത് ടെക്സ്റ്റിൽ 2 എണ്ണത്തിന് തെറ്റുണ്ട് കേട്ടോ, ഒന്ന് അടയാളപ്പെടുത്തി, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്മോൾ ലെറ്റർ 2 സ്മോൾ ലെറ്റർ 2 ബിയും ആണ് വരിക. അതിൽ എഫക്റ്റീവ് അലീലേ ഇല്ല. അതുകൊണ്ട് അതിൻ്റെ കളർ ഏതാണ്? പ്യോർ വൈറ്റ് ആണ്. അത് ഈ 16 നമ്പറിൽ 1 കാണാം. അപ്പോൾ 1/16 എന്നിട്ടു. അപ്പോൾ ഇതാണ് F2 പ്രോജനിയുടെ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു റിസൾട്ടിൽ നിന്ന് ഡേവൻപോർട്ട് എന്ത് കൺക്ലൂഷനിലേക്കാണ് എത്തിയത് എന്ന് നോക്കാം. Conclusion by Davenport was that skin pigmentation in human beings is controlled by additive effect of 2 genes. There is a dominant allele which contribute to melanin synthesis and blackening of skin, so it is known as contributing allele, and there is another recessive allele that has no role in melanin production, so it is known as non-contributing allele. അപ്പോൾ ഡേവൻപോർട്ട് എന്ന അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ വെച്ചിട്ട് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് 2 ജീൻസിൻ്റെ അഡിക്റ്റീവ് എഫക്റ്റ് കാരണമാണ്. അതിലൊന്നിനെ അദ്ദേഹം ഡോമിനൻ്റ് അലീലായി കണക്കാക്കി. അതിന് മെലാനിൻ സിന്തസിസിലേക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിന് അദ്ദേഹം കോൺട്രിബ്യൂട്ടിംഗ് അലീൽ എന്ന് വിളിച്ചു. ഇതിലൊന്നും പെടാതെ ഒരു മെലാനിൻ പ്രൊഡക്ഷനിൽ ഒരു റോളും ഇല്ലാതെ ഒരു റെസസീവ് അലീലുണ്ട്. അതിനെ നോൺ കോൺട്രിബ്യൂട്ടിംഗ് അലീൽ എന്ന് വിളിച്ചു. So Davenport came to a conclusion that negroid color is produced due to absence of non-effective alleles, and the white color is produced because of the absence of effective allele. Okay, അപ്പം ഡേവൻപോർട്ട് ഒരു കൺക്ലൂഷനിലേക്ക് വന്നു. നീഗ്രോയിഡ് കളറ് ടോട്ടൽ ആബ്സെൻസ് ഓഫ് നോൺ എഫക്റ്റീവ് അലീൽസിൻ്റെ ടോട്ടൽ ആബ്സെൻസിൽ വരുമ്പോഴാണ് നീഗ്രോയിഡ് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ, ഡീപ്പ് ബ്ലാക്ക് കളർ വരുന്നത്. വൈറ്റ് കളർ വരുന്നത് എഫക്റ്റീവ് അലീൽസിൻ്റെ ആബ്സെൻസിലാണ്. ഓക്കെ,
അപ്പം ഈ ഒരു ബ്ലാക്ക് കളറിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം എഫക്റ്റീവ് അലീൽസ് ഉണ്ട് എന്നതിന് അനുസരിച്ചിരിക്കും. എന്താ പറയുക, എഫക്റ്റീവ് അലീൽസ് കൂടുകയാണെങ്കിൽ ഡീപ്പർ ഷെയ്ഡായിക്കൊണ്ടേയിരിക്കും. ഓക്കെ. So, Davenport study was first inquiries into human polygenic inheritance. Then later, when melanin content was analyzed using photometric methods, we understood that human skin color varies from deep black to white rather than in 5 incremental jumps. അപ്പോൾ ഡേവൻപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ കളറ് 5 ഗ്രേഡഡ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. 5 ഗ്രേഡ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഡീപ്പ് ബ്ലാക്ക്, ഡാർക്ക്, ഇൻ്റർമീഡിയറ്റ്, ലൈറ്റ് വൈറ്റ്, പ്യോർ വൈറ്റ് എന്നുള്ള ഒരു രീതിയിൽ. പക്ഷേ നമ്മൾ കുറച്ചുകൂടിയൊക്കെ അനാലിസിസ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി അത് അങ്ങനെയല്ല. ജസ്റ്റ് ഡീപ്പ് ബ്ലാക്ക് മുതൽ വൈറ്റ് വരെയാണ് വേരി ചെയ്യുക. ഡേവൻപോർട്ട് പറഞ്ഞ പോലെ 5 എണ്ണമല്ല, അതിലും അധികം ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലായി. So from all this we came to a conclusion that human skin color is controlled by more than 2 genes. Gates suggested that it has presence of 3 genes. Constant statically analysis shown that it has control of 4 or 5 genes, and the current opinion is it has not less than 6 or 7 genes are involved. Okay. Now this is all about my topic. We have discussed about polygenic trait, polygenic inheritance, and our example, that is inheritance of human skin color. So I conclude my whole topic. Conclusion: polygenes are responsible for population variance and have evolutionary significance. The polygene variation or changes are responsible for evolution of species. The variation are according to specific requirement and need of individual or species. അപ്പം പോളിജീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ വേരിയേഷനും എവല്യൂഷണറി സിഗ്നിഫിക്കൻസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വേരിയേഷൻ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും എക്സിസ്റ്റൻസിന് വരെ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അഡാപ്റ്റീവ് ചേഞ്ചസിന് വരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ദ പോളി ചേഞ്ച് ആർ majorly applied or utilized by the plant breeders the genetic variability stored in the form of polygenic complexes. Segregation and recombination of polygenic genes after interbreeding result in release of hidden variability in species. അപ്പോൾ ഈ ഒരു പോളിജനിക് എന്നുള്ള ആ ഒരു ഐഡിയ പ്ലാന്റ് ബ്രീഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പല ഹിഡൻ വേരിയബിലിറ്റീസ്, നമുക്ക് വേണ്ട രീതിയിലുള്ള വേരിയബിലിറ്റീസിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. Okay, this is all about my topic. So thank you.